ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോണും കൈ പിടിച്ചിട്ട് നിൽക്കട്ടെ രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷമാണ് എടുത്തേക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ എടുത്തേക്കണത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക, പിന്നെ കമൻ്റൊക്കെ ഇടുക. ഓക്കെ. അപ്പോൾ ചായ വയ്ക്കാട്ടോ. ചായ വെച്ച് തിളച്ചിട്ടാണ് ഞാൻ പല്ല് തേക്കാൻ നിൽക്കുന്നത്. ഒക്കെ കഴിഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ചു, ഒന്ന് ഫ്രഷായി. അപ്പം നിൽക്കാക്ക് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലേക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് വേറെ ഒന്നല്ല, ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡാക്കി അൺലിമിറ്റഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പബ്ലിക്കാക്കാൻ പറ്റണില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞോളുടെ മുറി കുറേ വട്ടം എൻ്റെ അടുത്ത് നിന്ന് പോകണില്ല. അവൾ ഞാൻ മീൻ നന്നാക്കുമ്പോൾ എല്ലാപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ അവളെ മുറി ഇങ്ങനെ കാണില്ലേ. അപ്പോൾ അത് കാരണം അതൊക്കെ കാരണം തോന്നുന്നുണ്ട്. യൂട്യൂബർ തന്നെ ഇങ്ങോട്ട് കമൻ്റ് ഇടാണ് റിമൂവായി പോവാട്ടോ. അപ്പോൾ അതിടാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഒരു സമാധാനമില്ല. എന്നും വീഡിയോ ഇട്ടിട്ട് കുറച്ച് പേരെങ്കിലും കയ്യിൽ എണ്ണാവുന്ന പേരിൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വീഡിയോ ഇടാൻ പറ്റാത്ത കാരണം. അപ്പോൾ ഇനി ഈ വീഡിയോ ഇടാൻ പറ്റിയാൽ മതി എന്നെൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയണ്ട നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ചായയൊക്കെ ആയി, പല്ലേച്ച് മോറ് കഴുകി. രാവിലെ തന്നെ നല്ല പ്രാണികളുടെ ശല്യം. മഴ പെയ്ത കാരണേ എവിടെ നോക്കിയാലും വണ്ടും പിന്നെ ഒരു ജാതി പാറ്റയും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വരിക കേട്ടോ. ഇനിയിപ്പോൾ ഈ മാവിലേക്ക് വീഴുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് അങ്ങനെ അപ്പം മൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ദോശ ചുടില്ല. ഇന്ന് ദോശയും ചട്നിയാണ്. പിന്നെ ഇക്കാക്ക് പിരിവിന് പോകണം. അപ്പോൾ വേഗം ദോശയൊക്കെ ചുട്ട് ചട്നിയൊക്കെ അരച്ച് എനിക്ക് ഇക്കാനെ പറഞ്ഞേക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണിമോളെ വിളിക്കാൻ പോവാട്ടോ. ഉണ്ണിമോൾക്ക് മദ്രസ 6:30-ക്കാണ്. അപ്പോൾ അവളേനൊന്ന് പോയി വിളിക്കണം. അങ്ങനെ ഒരു ദോശയൊക്കെ ചുട്ട് അവളേനെ ചുട്ടിട്ട് ഇങ്ങനെ ദോശ തീ കുറച്ച് വെച്ചേക്കാട്ടോ അവിടെ. എന്നിട്ട് അവളേനെ വിളിക്കാൻ വന്നേക്കാണ്. അപ്പോൾ അവൾ പറയണത് ഉമ്മച്ചി ഒരു ദിവസം ലീവ് എടുക്കും ഉമ്മച്ചി, എന്താ ഉമ്മച്ചി എന്നൊക്കെ പറയും എൻ്റെ അടുത്ത് ഞാൻ വിളിക്കുമ്പോഴേ. അത് പറ്റില്ല. വ്യാഴാഴ്ച ദിവസം വെച്ചെങ്കിൽ പിന്നെ ഉമ്മച്ചി ലീവ് എടുക്കാൻ സമ്മതിക്കാം. ഇപ്പം എന്തായാലും പോകണമെന്ന് ഞായറാഴ്ച അല്ലേ, ഒന്ന് എന്തായാലും പോകണം പറയുകയാണെങ്കിൽ അവളോട്. അപ്പോൾ ഒന്ന് 6:30-ക്കാണ്. അപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞ് വേഗം നീച്ച് റെഡി ആവാൻ നോക്കിക്കോ എന്നൊക്കെ പറയുക. അപ്പം നീക്കാൻ തോന്നണില്ല. എന്താണെങ്കിൽ ചൂടൊന്നും ഇല്ലല്ലോ, നല്ല സുഖമായിട്ട് പുതച്ച് കിടന്ന് ഉറങ്ങാൻ തോന്നും. എനിക്ക് നീക്കാൻ തോന്നിയൊന്നുമില്ല കേട്ടാ. എന്താ ചെയ്യുക, നീച്ചല്ലേ പറ്റുള്ളൂ. ഇക്കാക്ക് പിരിവരും പോകണം. 7 മണിയാകുമ്പോഴത്തേനും ഇക്കാക്ക് പോകണം. അപ്പോൾ എനിക്ക് ഉറക്കം മതിയാവാണ്ട് തന്നെ ഞാനും നീച്ചിട്ടാ. അങ്ങനെ അവളവിടെ നീച്ചിട്ടുണ്ട്. ഇനി പല്ലൊക്കെ തേച്ച് കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട് അവൾ. അപ്പോൾ കുളിക്കാണ്ട പോയിരുന്നു കേട്ടാ. ഇപ്പോൾ ഉസ്താദൊക്കെ പറഞ്ഞ് കുളിച്ച് നല്ല ഇതിൽ മദ്രസ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ പോകാൻ നോക്കുന്നുണ്ട് അവൾ. അപ്പോൾ അങ്ങനെ നീച്ച് കിട്ടാനാ പാട്. നീച്ച് കഴിഞ്ഞാൽ ചടപടേന്ന് അങ്ങോട്ട് ഉഷാറിൽ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ അവൾ. നീച്ചങ്ങോട്ട് കിട്ടാനാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം. അതുപോലെ എന്നിട്ട് ഞാനും നീക്കാൻ തോന്നില്ല. എന്തായാലും നീക്കല്ലേ, നീക്കന്നെ വേണ്ടേ. പിന്നെ മോറൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഉഷാറായി പിന്നെ ഉറക്കമൊക്കെ ഒന്ന് പോവും. പക്ഷെ ഇന്ന് എനിക്ക് ഉറക്കം മതിയിട്ടില്ല. ഈ നാളികേരം ചെരുകുമ്പോൾ ഒക്കെ ഒന്ന് കോട്ടുവായി ഇടുക, ഉറക്കം മതിയാവാണ്ടി. അപ്പോൾ വെപ്രാളത്തിലാട്ടാ നാളികേരം ചെരുകണം. ദോശയും ചൂടുന്നുണ്ടെങ്കിൽ ദോശ കരിഞ്ഞ് പോവുമോ എന്നുള്ളൊരു പേടിയിലൊക്കെ അങ്ങോട്ട് എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് നീച്ച് വന്നിട്ടാണ് ഇപ്പോൾ ഒരു ദോശയും കൂടി ചൂടുന്നത്. അപ്പം അങ്ങനെ ഇക്കാനെയും കൊണ്ട് ഒരു ദോശയൊക്കെ ചൂടിപ്പിച്ചു കിട്ടാ. ഇക്ക ആദ്യം ഇതിനകത്ത് ചൂടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കൂട്ടാ. അപ്പം ഇക്ക എന്നോട് പറയും എങ്ങനെ ഇതിങ്ങനെ റൗണ്ടനായിട്ട് തന്നെ വരുന്നേ. പക്ഷേ ഇക്കാനെ കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് ചുടുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ കറക്റ്റായിട്ട് നല്ല റൗണ്ടന് തന്നെ പരത്തിയെടുത്തു. അപ്പോഴേക്ക് അതിശയമായിട്ടോ അപ്പോൾ ദോശ ചൂടാനീന്നൊക്കെ ഞാൻ ചോദിച്ചുട്ടാ. അപ്പോൾ ഈ എൻ്റെ അടുത്ത കളി ഇന്ന് ഈ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ എനിക്കറിയാം മോളെ ഇതൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരുവിധം ദോശ ചുടൽ കഴിയാറായിട്ടാണ്. അപ്പം ഇനി ഇക്കാക്കുള്ളത് 2-3 കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദോശയല്ലേ, ചിലപ്പോൾ ഇനി ഗ്യാസ് കയറാൻ വഴിയൊക്കെ ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇക്ക പോകുമ്പോൾ 2 മണി ഉലുവൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ ഇക്കയോട് ചോദിക്കുക മീൻ മേടിക്കണ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് മീൻകാരനൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ ഒന്നും കിട്ടിയില്ല. ഞായറാഴ്ച ദിവസം മിക്കതും മീൻകാരൻ വരാറില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളിയാഴ്ച ദിവസം വരാത്തത്. ഇവിടെ ഞായറാഴ്ച ദിവസം മീൻകാരൻ വരില്ല. അങ്ങനെ
അപ്പം ഞായറാഴ്ച ദിവസം എല്ലാവരും ഇറച്ചിയല്ലേ മേടിക്കുക. ഇവിടെ അങ്ങനെ ഇറച്ചിയൊന്നും വാങ്ങില്ല. ഇവിടെ വെള്ളിയാഴ്ച ദിവസം ഇറച്ചി മേടിക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഇക്കാടെ ചാവടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇക്ക പോവാണ്. ഇനി ഉച്ചയാകുമ്പോഴൊക്കെ വരുള്ളൂ പിരിവ് കഴിഞ്ഞിട്ട്. അപ്പോൾ കാണിക്കുന്ന അംഗം നോക്കി കുഞ്ഞ് ചിറി തുടക്കിൻ്റെ ഷാളിൻ്റെ തുമ്പുണ്ടാട്ടോ. അത് മിക്ക ദിവസം അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ ചിറി തുടക്കി എൻ്റെ ഷാളിൻ്റെ തുമ്പ് എടുത്തിട്ട് ചിറി തുടക്കലൊക്കെ. അപ്പോൾ സലാം പറഞ്ഞിട്ടൊക്കെ പോവാട്ടോ. അപ്പം ഇനി വയസ്സിനെ നീപ്പിക്കണം, അവനെ മദ്രസയിൽ പറഞ്ഞയക്കണം ഉള്ള കാര്യങ്ങൾ ഇക്കാനോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികളുടെ കാര്യം ഉണ്ണിമോള് പിന്നെ വരിക 8:30 കേട്ടോ. പിന്നെ ദോശ ചുരുളൊക്കെ കഴിഞ്ഞു. ഇനി ഉപ്പാക്കുള്ള ദോശ കൊണ്ടു കൊടുക്കുന്ന നേരത്തെ നീച്ച കാരണം നേരത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പോൾ ഉപ്പാക്കുള്ള ദോശ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പ അടുക്കള വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടേക്കുക. എന്താ വെച്ചെങ്കിൽ ഉപ്പ എന്താ ഹാളിൽ ഇരുന്നിട്ട് TV കാണുക. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നേരം വെളിച്ചാകുമ്പോൾ ഇനി ഇവളെന്ത് ഫോണും കൊണ്ട് വരുന്നതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ ഉപ്പാനൊന്നും കാട്ടിയില്ല. അപ്പോൾ പൈസ ചെയ്ത സൈക്കിൾ ഓടിച്ചു നോക്കുന്നുണ്ട്. അവൻ്റെ കാല് ഇന്നലെ ഒന്ന് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കാല് വേദനയ്ക്ക് സൈക്കിൾ ഓടിച്ചിട്ട് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ വേദന ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവൻ സൈക്കിളൊന്ന് ഓടിച്ചു നോക്കിയതാട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് സൈക്കിളിലാണ് അവൻ മദ്രസയിൽ പോണത്. കുഞ്ഞോളനെ പിന്നെ നാളെ തൊട്ടിട്ട് പറഞ്ഞേക്കാൻ വിചാരിച്ചിട്ട്. അവളെ ഇനി ഉണങ്ങി വരുന്നുള്ളൂ. ഇനിയിപ്പോൾ മദ്രസയിൽ പോയ പിള്ളേരല്ലേ, അങ്ങോട്ട് കളിയിൽ ചിലപ്പോൾ കൊണ്ട് ചോര വരിക എന്തെങ്കിലുമൊക്കെ ആയാലോ വെച്ചിട്ട് അവളെ പറഞ്ഞേക്കുന്നില്ല. നാളെ തൊട്ട് പറഞ്ഞേക്കണം. അപ്പോൾ അവൾ ചായ കുടിക്കുക. ഇന്നലത്തെ മീൻ കൂട്ടാൻ്റെ കാര്യം ഇന്നലെ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ മീനിന് കൂട്ടാൻ വെക്കണതും കുടംപുളിയൊക്കെ ഇട്ട് വെക്കണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇക്കാക്ക് കുടംപുളി ഇട്ട് വെച്ചതൊന്നും പിടിച്ചില്ല. എന്നിട്ട് രാത്രിക്ക് നല്ല ടേസ്റ്റ് ആയിട്ടാണ്, നല്ല ടേസ്റ്റും പിന്നെ ഇന്നേക്ക് നല്ല ടേസ്റ്റായി. അപ്പോൾ അടിപൊളി കൂട്ടാനായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിമോൾക്ക് ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല, കുഞ്ഞോൾക്കും ഇഷ്ടമല്ല. അപ്പോൾ അവർ രണ്ടാളും മീൻചാറ് കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഉപ്പ മോരും ഉണക്കമീനും മേടിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ കൂട്ടാൻ മാമ്പഴപ്പുളിശ്ശേരിയും ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വിഭവം. പിന്നെന്താ, എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി കൂട്ടാൻ വയ്ക്കൊക്കെ അറിയില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ഇവിടെ അധികം. അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. സംഭവം അടിപൊളിയായിട്ടാവാം. ഉച്ചയ്ക്ക് കൂട്ടിയപ്പോൾ നല്ല സൂപ്പർ കൂട്ടാനായിരുന്നു. അപ്പോൾ ഞാൻ വെക്കണം ഇതൊക്കെ ഞാനിതിൽ വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവനെ ഒരുക്കുന്നത് മദ്രസയിൽ പറഞ്ഞേക്കാനാണ്. ഞാൻ കൊണ്ടാക്കി കൊടുക്കണം. സൈക്കിളിൽ പോവുകയാണെങ്കിലും ഒരു സമാധാനമില്ല. ഞാനും കൂടെ പോകട്ടോ പകുതി വരെ. അപ്പോൾ അവ അങ്ങനെ പോയി കൊണ്ടാക്കി വന്നിട്ടുള്ള പരിപാടി കേട്ടോ. ചായകുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ തിരുമ്പാണ്. ബാത്റൂമിൽ തോർത്തുമുണ്ടും അടുപ്പം തറ തുടയ്ക്കണ കട ബനിയനും കൊണ്ടാട്ടോ തുടയ്ക്കണത്. ആ ബനിയനും തുടയ്ക്കണ വടിയൊക്കെ ഒന്ന് തിരുമ്പാട്ടോ. അപ്പോൾ കുറേ ദിവസമായില്ലേ തിരുമ്പണമൊക്കെ ഒന്ന് കാട്ടിയിട്ടില്ലേ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. നല്ലൊരു വെയിലും ഇല്ല മഴയില്ല, അങ്ങനെ ഒരു കാലാവസ്ഥ അല്ലേ. ഇതിങ്ങനെ നിൽക്കാൻ നല്ലത്. അപ്പോൾ നല്ല സുഖമുണ്ട്, ചൂടുമില്ല ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇത് ഉപ്പ തന്നതാട്ടോ. ഉപ്പക്ക് ഇവിടുന്ന് ആരോ കൊടുത്തതാ. അപ്പം ഇത് ചാറ് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ 2-3 നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കളഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ ഞാൻ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞേ ഒക്കെ നന്നാക്കി ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറയും അതെന്ത് മാങ്ങ കൊണ്ട് ഉമ്മച്ചി കൂട്ടാൻ വെക്കുന്നത്. എൻ്റെ അടുത്ത് കുഞ്ഞോൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ, കുഞ്ഞോൾ എൻ്റെ അടുത്തുനിന്ന് പോവില്ല, എൻ്റെ പിന്നാലെ നടക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ എങ്ങനെ ഉമ്മച്ചി മാങ്ങ കൊണ്ട് കൂട്ടാൻ വയ്ക്കുക, ഇതെങ്ങനെയാണ്? അപ്പോൾ മോരൊക്കെ ഒഴിച്ചിട്ടടി എന്നൊക്കെ പറയാം ഞാനേ. അപ്പം ഉമ്മച്ചി വെച്ചിട്ട് നിങ്ങൾക്ക് ചോറ് തരാം, എങ്ങനെയുണ്ട് പറയുന്നൊക്കെ പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാറായപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക മാങ്ങ കൊണ്ടുള്ള കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവരങ്ങനെ കൂട്ടിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്താ പറയുക, കുറേ ദിവസമായിട്ടത് ഉണ്ടാക്കിയിട്ട്. വല്ലപ്പോഴും ഇക്കാട് ഉമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഒക്കെ കഴിക്കാന്നല്ലാണ്ട് അപ്പോൾ ഒന്നും അവർക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഇന്ന് വെച്ചത് ഭയങ്കര ഇഷ്ടമായിക്കണു കേട്ടോ. ഉമ്മച്ചി നല്ല രസമുണ്ട് കേട്ടോ കൂട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തപ്പോൾ നന്നായി ഉണ്ട് ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഒരു ചോറ് മേടിച്ച് കഴിച്ചിട്ടാ. അപ്പോൾ അടിപൊളി കൂട്ടാനായി. ഇനിയിപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വെക്കണം. അപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ അത് വെക്കണം. അപ്പോൾ ഈ നിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ നന്നാവോ അങ്ങനെയുള്ളൊരു ആലോചനയിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ നിന്നതാ. പക്ഷേ അടിപൊളിയായി ഉണ്ടായിരുന്നു.
അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി. മോര് ഒഴിച്ചതിൻ്റെ ഒപ്പം ഞാൻ മോര് തിളയ്ക്കാനായിട്ട് നിൽക്കില്ല, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നാളികേരം അരച്ച് വെച്ചില്ലേ അത് ഞാൻ ഒഴിക്കൂട്ടാ. അപ്പോൾ ഒരു കട്ടിപ്പ് വരില്ല, ഈ ഒരു ലൂസ് മാതിരി വെള്ളം പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് തിളയ്ക്കാനായിട്ട് മുന്നേ ഇറക്കി വെച്ചിട്ട് തൂമിച്ച അടിപൊളിയാവും കേട്ടോ കൂട്ടാൻ. ഞാൻ എപ്പോഴും മോര് കൂട്ടാൻ വെക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ വെക്കാറ്. അപ്പം ഇനി ഇത് തൂമിക്കുകയാണ്. കടുകൊക്കെ പൊട്ടിച്ച് ഇത്തിരി വറ്റൽമുളകൊക്കെ ഇട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് തൂമിച്ചെടുക്കുക. പിന്നെ ഇന്നലത്തെ കേര പൊരിക്കാനുണ്ടായിരുന്നു, പിന്നെ അതും 2-3 എണ്ണം ഉള്ളൂ കേട്ടോ. പിന്നെ ഉണക്കമീനാണ് ഇപ്പോൾ മേടിച്ചു പറഞ്ഞത്, അത് പിന്നെ അതും പൊരിച്ചു ഞാൻ. അങ്ങനെ അത് 3-4 എണ്ണം ഉള്ളേ, അത് കാരണം ഉണക്കമീനും പൊരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൂട്ടാൻ പണി കഴിഞ്ഞ് അടുപ്പം തറൊക്കെ തുടച്ചു. ഇനിയിപ്പോൾ നിലം തുടയ്ക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്, സോഫ തുടയ്ക്കും, എല്ലാ സൈഡും ഒക്കെ തുടയ്ക്കും കേട്ടോ. ഇത് പിന്നെ സോഫയുടെ അടി തുടയ്ക്കണമെങ്കിൽ സോഫ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമുക്ക് മുട്ടുത്തിയിട്ട് ആ വടിയൊക്കെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അങ്ങനെയായിട്ടാണ് ഞാൻ തുടയ്ക്കുക. അപ്പോൾ പിള്ളേരേനൊക്കെ നീപ്പിക്കുകയാണേ, സോഫയിൽ കണ്ണി കണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തുടയ്ക്കുക, എന്നും തുടയ്ക്കട്ടെ ഞാൻ സോഫ. അപ്പോൾ അത് വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, സോഫയുടെ അടിയിൽ നമുക്ക് വടി വെച്ചിട്ട് തുടയ്ക്കാൻ പറ്റും, അത് കാരണം സുഖാട്ടാ. അടിക്കാനും പറ്റും, അടിച്ചു വരാനൊക്കെ പറ്റും. അങ്ങനെ തുടയ്ക്കണ പരിപാടിയാണ്. അപ്പോൾ ഇക്ക വന്നിട്ടില്ല, ഇക്ക വരുമ്പോൾ കുറച്ച് 1 മണി 1:30 ആവും. അപ്പോൾ ഇനി ഇവർക്ക് ചോറ് കൊടുത്തിട്ടില്ല കേട്ടോ, തുടയ്ക്കൽ കഴിഞ്ഞിട്ട് വേണം ചോറ് കൊടുക്കാൻ. എന്ത് സ്പീഡിലാണ് തുടയ്ക്കണില്ലേ, ഇതിൻ്റെ തുട കാണുമ്പോൾ ഇക്ക തന്നെ അത്ഭുതമാവുക. ഞാൻ മെല്ലെ തുടയ്ക്കണം, ഇങ്ങനെയൊക്കെ തുടയ്ക്കുക വെച്ചെങ്കിൽ എപ്പോൾ തുട കഴിയും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ തുടയ്ക്കൽ. എന്താ ചെയ്യുക, തുടച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ കോണിപ്പടിയൊക്കെ തുടയ്ക്കട്ടെ ഞാൻ. അങ്ങനെ തുടങ്ങട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു എന്നാണ് എല്ലാവർക്കും. എനിക്ക് അങ്ങനെ കേട്ടാ, തുടക്കൽ കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ ഭാര്യ. അപ്പോൾ തുടക്കൽ കഴിഞ്ഞാലേ എൻ്റെ പണി കഴിയുള്ളൂ. അതുവരെ അങ്ങനെ തുടച്ച് ചോറയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അല്ലെങ്കിൽ കുറച്ച് നേരം ചിലപ്പോൾ ഉറക്കം വരിക വെച്ചെങ്കിൽ ഉറങ്ങൂട്ടാ, അല്ലെങ്കിൽ ഉറങ്ങുമൊന്നുമില്ല, അങ്ങനെ ഫോണ് തോണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ തുടച്ചതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് വരുള്ളൂ പേടിച്ചിട്ട്. ഇനിയിപ്പോൾ വീണിട്ട് ഒരു മുറി പറ്റിയിട്ടുള്ളൂ. ഞാൻ കിടന്ന് ഓളിയിട്ടുണ്ട് ഈ തുടയ്ക്കുമ്പോൾ. ഞാൻ പെട്ടെന്ന് ഉണങ്ങണില്ല, വെയിലൊന്നും ഇല്ലല്ലോ, കാറ്റും ഇല്ല വെയിലും ഇല്ല, ഒരു തണുപ്പല്ലേ. അപ്പോൾ ഉണങ്ങട്ടെ എന്നിട്ട് ഇറങ്ങിയാൽ മതി. ഞാൻ ഓളിയിടുകയാണ്, നല്ല ബഹളമൊക്കെ ഉണ്ട്. ഇവർ കളിയുടെ ഇടയിൽ വഴിക്ക് വീഴലൊക്കെ ഉണ്ടായി കഴിഞ്ഞേക്ക് വയ്യ. ഇനിയും പുലുവാൽ ഒരെണ്ണാട് മാറി വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചീത്ത പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാ വരുന്നു, നിങ്ങൾക്ക് തരുന്നുണ്ട് തുടയ്ക്കുമ്പോഴുള്ള എൻ്റെ സംസാരം ഇതൊക്കെ. അപ്പോൾ തുടക്കലൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ സിറ്റ് ഔട്ടാട്ടോ. സിറ്റ് ഔട്ട് തുടയ്ക്കുന്നതൊന്നും ഞാൻ ഇപ്പോൾ എടുത്തില്ല, ഇവർക്ക് വിശക്കുണ്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ വേഗം തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറെടുത്ത് വന്നു കേട്ടോ. പൈസയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിശപ്പ്. അമ്മച്ചി വിശന്നിട്ട് വയ്യട്ടോ, അമ്മച്ചിയുടെ തുടക്കൽ കയ്യാറായോ എന്നൊക്കെ വന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വെപ്രാളത്തിലുള്ളൊരു തുടയായിരുന്നു. പിന്നെ കൂടുതൽ സ്പീഡ് എൻ്റെ സ്പീഡും കൂടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തുടക്കിലാണ്ട് കഴിച്ചു. അങ്ങനെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പറയും നല്ല ഇഷ്ടമായി കൂട്ടാൻ, നല്ല രസമുണ്ട്, ഉമ്മച്ചിക്ക് എങ്ങനെ ഇതൊക്കെ വയ്ക്കാൻ അറിയണമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കുഞ്ഞോൾക്കാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിക്കണ്. അങ്ങനെ ഉണ്ണിമോൾക്ക് പിന്നെ മെല്ലെ കഴിക്കുള്ളൂ കേട്ടോ. ഇവരൊക്കെ ചോറ് വാരി കൊടുക്കൽ കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ട് അറിയാവുള്ള ചോറ് കഴിക്കൽ കഴിഞ്ഞ് ടി വിയിൽ നോക്കി ബിഗ് ബോസ് വെച്ചേക്കാട്ടോ. അതിൽ അപ്സരൊക്കെ ഔട്ടായി പോയി. ഇക്കുള്ളപ്പോൾ വെക്കാൻ സമയമൊക്കെ ഇല്ല. ഇക്കാക്ക് ഈ പരിപാടി ഇഷ്ടമല്ല. ഈ തേങ്ങയിലെ പരിപാടി ഒന്ന് മാറ്റുമോ എന്നൊക്കെ പറയൂട്ടാ. ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല ഈ ബിഗ് ബോസ്. ഇക്കെച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കും അതട്ടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇരിപ്പം എന്താ വെച്ചെങ്കിൽ ഇക്കാനെ കാത്തിരിക്കുക കേട്ടോ. എന്തൊക്കെ വന്നിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്കാനെ കാത്തിക്കുക. അപ്പോൾ അതൊക്കെ വന്നു. അങ്ങനെ ഇക്ക വന്നു കേട്ടോ. ഇനി ഞാനിക്കും കൂടി ചോറ് കഴിക്കട്ടെ. ഇക്ക വന്നിട്ടാട്ടോ ഒരുമിച്ചിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഉച്ചവരത്തെ വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.